നമുക്കറിയാം റിമൂവ് പി ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തു എനിക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചോദിക്കും ഏത് ക്വാളിറ്റി വേണമെന്ന് ചോദിക്കും. ഫ്രീ ആയിട്ട് വേണം, അൺലോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് പിന്നെ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കണം. അത് വേറെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും പ്രോസസ്സിംഗ് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് അല്ലേ? അപ്പം അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്താ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണം. എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഈ പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ എനിക്ക് തരരുത്. യു ആർ നോട്ട് അലൗഡ്, യു ഹാവ് ടു പർച്ചേസ് എ ന്യൂ പ്ലാൻ. ഇത്രയും പ്രോസസ്സിംഗ് പുറകിൽ നടക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങളൊരു പ്രോഗ്രാമർ ആകുമ്പോഴാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കണം. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഒരു ഇമേജ് ഉണ്ട്, പക്ഷേ ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കാരണം എന്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ വി നീഡ് ടു റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് വിത്ത് റിമൂവ് പി ജി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിമൂവ് പി ജിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ കാണിച്ച പ്രോസസ്സിംഗ് നടക്കുന്നു. നമുക്കറിയത്തില്ല എന്താ എൻ്റെ പുറകെ നടക്കുന്നത്, പക്ഷേ അത് മെഷീൻ ലേണിംഗ് അൽഗോരിതം അവിടെ റൺ ചെയ്തിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എവിടെയൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനെ കൃത്യമായ രീതിയിൽ അത് എറേസ് ചെയ്യുന്നു. അതിനുശേഷം എറേസിങ്ങിനോട് നടന്ന പ്രോസസ്സ് ചിലപ്പോൾ എൻഹാൻസ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടാവും, അത് നമുക്കറിയത്തില്ല. സോ വൺസ് ഡൺ പ്രോസസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹിഡൻ ആണ് ഫീച്ചേഴ്സ്. വൺസ് ഡൺ പ്രോസസ്സിംഗ് റിമൂവ് ബി ജി കോൾസ് യു ആൻഡ് ആസ്ക് യു ടു കണ്ടിന്യൂ പ്രോസസ് എന്ന് വെച്ചാൽ പിന്നെ പറയാണ് റിമൂവ് ജി ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ, നിങ്ങൾക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, നമുക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ പ്രോസസ്സ് ചെയ്ത് പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, ഡു ആസ് യു ലൈക്ക്. എന്നിട്ട് നമ്മൾ പറയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇമേജ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ വേർഷൻ റിലീസ് ചെയ്യുന്നു.